ഹായ് ഹലോ. ഞാനിങ്ങനെ ഭ്രാന്തിപ്പോലെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിരുന്നു. ഞാനിങ്ങനെ എയർപോർട്ട് ലുക്കിൽ പോകുന്ന സമയത്ത് ആ വീഡിയോസ് ഇടുന്ന സമയത്ത് ഹൗ യു ബ്രേഡ് യുവർ ഹെയർ എന്ന് വെച്ചിട്ട്, അതായത് ഈ ഹെയർ സ്റ്റൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കെട്ടുന്ന രീതിനെയൊക്കെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ ഡോണറ്റ് ഞാൻ ആദ്യം കാണിച്ചല്ലോ, അതാണ് ഡോണറ്റ്. പിന്നെ ഇത് വന്നിട്ട് ഫ്രീ സൈസ് നെറ്റാണ്, ഹെയർ നെറ്റ്. പിന്നെ വന്നിട്ട് ഡിസ്കോ ബാൻഡ്സ്, നല്ല കട്ടിയുള്ള ഡിസ്കോ ബാൻഡ്സ് കുറച്ചധികം കയ്യിൽ ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു പുഴു, പിന്നെ കുറച്ച് യൂപിൻ വേണമെങ്കിൽ അങ്ങനെയാക്കാം. ഞാൻ സാധാ ഹെയർ പിൻ മാത്രമാണ്. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുടി നന്നായിട്ട് ചീവി വെച്ചും നടുക്കീന്ന് വകഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു നെറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മേലോട്ടെടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്റ്റൈൽ എടുക്കുന്നത്. അതിപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക നെറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ ദാ കറക്റ്റ് വകവിന് നമ്മളിങ്ങനെ എടുക്കുന്നു, ചീവുന്നു, ഒതുക്കുന്നു, പിന്നെയാണ് നമ്മൾ യുദ്ധം തുടങ്ങുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മുടി കെട്ടുന്നതിന് മാറ്റി വെക്കാം കേട്ടോ. ഇതിന് 1000 പിന്നലെന്നും ഫ്രഞ്ച് ബ്രൈഡെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ കെട്ടി വരുമ്പോൾ നിങ്ങൾ നോക്കിയോ, അതിനിപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല. ഏതായാലും ഫ്രഞ്ച് ബ്രൈഡിനോട് സാദൃശ്യമുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആദ്യം കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നു, ബാക്കിൽ നിന്ന് എടുക്കുന്നു. കണ്ടോ, ഇതാ ഈ പരുവത്തിൽ. കുറച്ച് കഴിയുമ്പോഴത്തേനും കൈയൊക്കെ വേദനിക്കും. പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴത്തേനും പ്രാക്ടീസസ് മേക്സ് മാൻ മോർ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ മുടിയിൽ എണ്ണമയം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത്. കുറച്ച് എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ മുടി നല്ല സെറ്റായിട്ട് നമ്മൾ ആ എടുക്കുന്ന രീതിയിൽ ആ ഫ്രഞ്ച് ബ്രൈഡ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ ഒരു രസമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മുടി എടുക്കുന്നത്. വേറെ രീതിയിലൊക്കെ പണ്ടൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. മുടി ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്നോളും. ഇത് കണ്ടോ, ആദ്യം നമ്മൾ കുറച്ച് മുടി ഇങ്ങനെ എടുക്കുന്നു, രണ്ടായിട്ട് ചുറ്റുന്നു, പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചെടുക്കുന്നു, ബാക്കിലോട്ടാക്കുന്നു. ഇങ്ങനെ തന്നെ കുറച്ചധികം നമ്മൾ എടുത്തെടുത്ത് വരണം. പിന്നെ ഒരുപാട് മുടിയുള്ളവർ എടുത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല കട്ടിക്കിരിക്കും. എനിക്ക് പിന്നെ ഉള്ളു അത്ര ഇല്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയൊക്കെ വരുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നല്ല ചെയ്യുന്നത്, ഞാൻ ഫോൺ നോക്കിയിട്ടാണ് ഇതിങ്ങനെ പിന്നുന്നത്. സോ എന്തായാലും ആ ഒരു പെർഫെക്ഷൻ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണ് എൻ്റെ മുടി ഞാൻ കെട്ടുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. എനിക്ക് കുറച്ചധികമായിട്ടുള്ള കമൻറ്റ്സ് വന്നു, മുടി കെട്ടുന്ന കാണിച്ചു തരുമോ, മുടി എങ്ങനെയാണ് ഇങ്ങനെ കെട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം തന്നെ എനിക്ക് അത്ഭുതമായി, എൻ്റെ മുടി കെട്ടുന്നത് ഞാൻ കാണിച്ചു തരണം എന്നുള്ള ചോദ്യമോ, അതെങ്ങനെ? കാരണം ഞാൻ തന്നെ എൻ്റെ മുടി ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടാണോ കെട്ടുന്നതെന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയുള്ളൂ. ചിലവരൊക്കെ ഫ്രഞ്ച് ബ്രൈഡൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. പക്ഷേ എന്തോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പറ്റത്തില്ലായിരുന്നു, എൻ്റെ കൈയൊക്കെ വേദനിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ മടി പിടിച്ചിരുന്നു. പിന്നെ തന്നെ ചെയ്ത് ഇപ്പം ഇങ്ങനെയാണ്. ഇത് 1000 പിന്നിലാണെന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു ഫ്രഞ്ച് ബ്രൈഡിൻ്റെയോട് ഫ്രഞ്ച് രീതിയിൽ മുടി കെട്ടുന്നതിനോട് സിമിലാരിറ്റി ഉണ്ട്, റിസംബലൻസ് ഉണ്ട്, നമുക്ക് അങ്ങനെ പറയാം. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടുത്ത മുടിനെ ഇങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാമോ, ഒരു സൈഡ് കണ്ടോ നല്ല രസത്തിൽ ഇരിക്കുന്നില്ലേ? പിന്നെ ഇതിങ്ങനെ കെട്ടി കണ്ടോ, ഇങ്ങനെ പിന്നി നമുക്ക് തലയുടെ പുറകിൽ കൊണ്ടുപോയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പിന്നെന്ന് പറയുന്നത് ഈ ചെറിയ പിന്നാണ്. അതാവുമ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് എൻ്റെ മുടിയിലിരിക്കുന്നത് എനിക്ക് ആ പിന്നാണ്. എനിക്ക് യൂപ്പിന് കുത്തിക്കഴിഞ്ഞാൽ കുത്തുന്നതും താഴെ വീഴുന്നതും ഒരേ ലെവലാണ്. മീൻസ് പെട്ടെന്ന് തന്നെ അങ്ങ് താഴെ പോകുന്ന പോലെ എനിക്കങ്ങ് തോന്നലല്ല, അങ്ങനെയാണ്. സോ ഞാൻ കൊച്ചു പിന്നെ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പുറകിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ മുടിയില്ലേ, ഈ മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങത്തില്ല. ഇതിപ്പോൾ ഞാൻ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ നോക്കി ചെയ്യുന്നതിൻ്റെ പോരായ്മയുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ നൈറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട്. അപ്പം ഞാൻ അതായത് പ്രീ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്നൊരു സംഭവമാണ്. എന്നാ പ്ലാൻ ചെയ്താലും പ്ലാൻ പണി ചെയ്യണം എന്നാണല്ലോ
ഒരു ഫിലോസഫി. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നൈറ്റിന് പോകണം, അപ്പോൾ മുടി കെട്ടണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ അങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ സെയിം പ്രൊസീജിയർ തന്നെ, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് തന്നെയാണ് ഇപ്പുറത്തെ സൈഡും കാണാൻ പറ്റും. നിങ്ങൾക്ക് തോന്നും ഞാൻ മുടി എന്തോ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന പോലെ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് ക്യാമറയുടെ കൂടെ കാണുമ്പോൾ ഉള്ള പ്രശ്നമാണ്. എൻ്റെ കറക്റ്റ് പരുവത്തിലായിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം നമുക്ക് ഭയങ്കര പാട് തോന്നിക്കുമേ, എന്നെപ്പോലെ തന്നെ ആയിരിക്കും. ബിഗിനേഴ്സിനാണെങ്കിൽ നല്ല പാട് തോന്നിക്കും. പിന്നെ അത് ചെയ്ത് അത് പിന്നെ നമുക്കിത് ശീലമായി കഴിയുമ്പോഴത്തേനും നമുക്ക് എളുപ്പമായിട്ട് തന്നെ തോന്നും. പിന്നെ ഈ ഒരു സ്റ്റൈലല്ലാതെ വേറൊരു സ്റ്റൈലിലേക്ക് പോകാനേ നമുക്ക് തോന്നത്തില്ല. ഇതിങ്ങനെ ബണ്ണ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഫീസ് സ്റ്റൈൽ പിടിക്കാം. അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ട് മുടി അഴിച്ചിടുകയാണെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയും കെട്ടാം. കണ്ടോ, ഇപ്പം ആളിരിക്കുന്ന കണ്ടോ, നമ്മുടെ മുടി ഇരിക്കുന്ന കണ്ടോ, വൃത്തിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.